ഷുക്കൂർ വധക്കേസിൽ ജയിലിലായ ടി.വി. രാജേഷ് എം.എൽ.എക്ക് ജാമ്യം നിഷേധിച്ചു. ജാമ്യം നൽകിയാൽ ടി.വി. രാജേഷ് സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി.കെ. ശ്രീധരൻ കോടതിയിൽ വാദിച്ചതിനെ തുടർന്നാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി.കെ. ശ്രീധരന്റെ വാദം പരിഗണിച്ചാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 മജിസ്ട്രേറ്റ് സി. മുജീബ് റഹ്മാൻ ടി.വി. രാജേഷ് എം.എൽ.എക്ക് ജാമ്യം നിഷേധിച്ചത്. ടി.വി. രാജേഷ് പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന വാദം പ്രതിഭാഗ അഭിഭാഷകൻ ഖണ്ഡിച്ചു. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ റെഗുലർ ബെയിലിന് ബാധകമല്ലെന്ന് അഡ്വക്കേറ്റ് ബി.പി. ശശീന്ദ്രൻ വാദിച്ചു. ഇപ്പോൾ വയലൻസ് ഉണ്ടാവുന്നോ അല്ലയോ എന്നുള്ളതല്ല, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളത് കോടതി പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ജാമ്യം തങ്ങൾക്ക് ലഭിക്കാതെ വന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്ന പ്രതികളുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലെ തന്നെ വിലപ്പെട്ടതല്ലേ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു യുവാവിന്റെ പേഴ്സണൽ ലിബർട്ടി. ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ശേഷം വൈകിട്ട് 4 മണിക്കാണ് മജിസ്ട്രേറ്റ് വിധി പറഞ്ഞത്. പി. ജയരാജന്റെ റിമാൻഡ് ഈ മാസം 27 വരെ നീട്ടി. ജയരാജൻ പുറത്തു വന്നാൽ സാക്ഷികളെ സ്വാധീനിക്കും എന്ന വാദം അംഗീകരിച്ചാണ് റിമാൻഡ് നീട്ടിയത്. ഈ മാസം 1-നായിരുന്നു ജയരാജനെ റിമാൻഡ് ചെയ്തത്. പി. ജയരാജനെ വാദം നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ ഹാജരാക്കിയിരുന്നു.